നമസ്കാരം അമേരിക്ക. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ 2 പതിറ്റാണ്ടിനു മുൻപ് നടന്നതാണ്. വല്ലാതെ മെലിഞ്ഞ് കാര്യമായ ഭംഗിയൊന്നുമില്ലാത്ത ഒരു 6 വയസ്സുകാരി നൃത്ത പഠനത്തിനൊരുങ്ങുന്നു. നാട്ടിലെ അറിയപ്പെടുന്ന നൃത്താധ്യാപകൻ അവളെയും കൂട്ടുകാരികളെയും വീട്ടിലെത്തി ഭരതനാട്യത്തിന്റെ ആദ്യ ചുവടുകൾ പഠിപ്പിക്കുന്നു. ഏറെ ആദരവോടെ ഗുരുവിന്റെ കാൽ തൊട്ടുതൊഴുത് നൃത്താഭ്യാസം തുടങ്ങിയ അവൾ ആദ്യ ചുവട് മുതൽ കേട്ടത് ഗുരുമുഖത്തു നിന്നുള്ള പരിഹാസവാക്കുകൾ. ഈ കൊച്ചിന്റെ കണ്ണുകൊള്ളില്ല, ചെറിയ കണ്ണിലൊക്കെ ഭാവം വരുന്നത് എങ്ങനെ കണ്ടുപിടിക്കാനാണ്, കൈയാണെങ്കിൽ കുരങ്ങിന്റെ കൈ പോലെ, മുദ്രയൊക്കെ കാണിക്കുമ്പോൾ എങ്ങനെ ശരിയാകുമെന്നതടക്കമുള്ള പരിഹാസങ്ങൾ എല്ലാ ദിവസവും തുടർന്നപ്പോൾ നൃത്തത്തെ തന്നെ അവൾ വെറുത്തു. ഒടുവിൽ ആത്മവിശ്വാസം ചോർന്ന് 6ാം ക്ലാസ്സിൽ ചിലങ്കി അഴിച്ച് അവൾ നൃത്തത്തോട് വിട പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞത് നാടകത്തിലെയോ നോവലിലെ ഡയലോഗല്ല, എൻ്റെ സ്വന്തം ജീവിതാനുഭവമാണ്. നൃത്തമെന്നാൽ അഴകുള്ളവർക്കുള്ള കലയാണെന്നും നൃത്തപ്രകടനത്തിൽ ആളുകൾ അഴകളവുകളാണ് ശ്രദ്ധിക്കുന്നതെന്നുമുള്ള മിഥ്യാധാരണ പിന്നീട് പൊതുസദസ്സിൽ നൃത്തം ചെയ്യുന്നതിൽ നിന്ന് എന്നെ വിലക്കി. വർഷങ്ങൾക്കിപ്പുറം കലാമണ്ഡലം സത്യഭാമ എന്ന വ്യക്തിയുടെ പരാമർശങ്ങൾ എന്നെ തിരിച്ചു കൊണ്ടുപോയത് ആ കെട്ട കാലത്തിലേക്കാണ്. എത്രയോ കുട്ടികൾക്ക് സമാന അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. നെഞ്ചുകീറി ആരും കാണാതെ അവർ കരഞ്ഞിട്ടുണ്ടാകാം. കലാലോകം ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് അമേരിക്കൻ ഡയലോഗ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. വിലക്കണം വിഷനാവുകളെ. ഇന്നത്തെ എൻ്റെ അതിഥികൾ മോഹിനിയാട്ടത്തിലെ വൺ ഓഫ് ദ ലീഡിംഗ് എക്സ്പോണൻസ് ഫ്രം ഇന്ത്യ ഡോക്ടർ സുനന്ദ നായർ, ഉപാസന ഡാൻസ് അക്കാദമി ക്രിയേറ്റീവ് ഡയറക്ടർ ലീസ മാത്യു, ലാംഗ്വേജ് ട്രെയിനർ ദീപാറാം എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ്. ആദ്യം ഡോക്ടർ സുനന്ദ നായരിലേക്കാണ്. ഡോക്ടർ സുനന്ദ നായർ, ഈ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട് കലാമണ്ഡലം സത്യഭാമ നടത്തിയ പരാമർശങ്ങളിൽ ഒരു വിമർശനം വന്ന പരാമർശം ഇതിൻ്റെ മേക്കപ്പും കോസ്റ്റ്യൂമുമായി ബന്ധപ്പെട്ടതാണല്ലോ. അതിൽ മേക്കപ്പ്, കോസ്റ്റ്യൂം, അതിനുള്ള ഒരു പ്രാധാന്യം എന്താണ്? ഒരു ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വിത്ത് മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ്. There is, you cannot separate a presentation of a classical art form without proper costuming and makeup. But what is costuming and makeup? Costuming is something that it comes with the art form. If you look at it, we have like 8 art forms, classical art forms, and each have its own unique style of dressing, which comes from the region where the art form comes from. Makeup എന്ന് പറയണത് നമ്മളിപ്പോ ഈ സ്റ്റേജിൽ വരുമ്പോ നമ്മൾ കോസ്റ്റ്യൂംസ് ഒന്ന് കുറച്ച് ഹൈലൈറ്റ് ചെയ്യും, ജുവലറി ഹൈലൈറ്റ് ചെയ്യും, കുറച്ച് എക്സാജറേറ്റഡ് ആണ്. അതേപോലെ തന്നെയാണ് സ്റ്റേജിന്റെ ലൈറ്റിങ്സും. അത് കുറച്ച് കൂടുതലാണ്. നമ്മൾ ക്ലാസ്സിൽ ഒരു കളറിൽ പ്രാക്ടീസ് ചെയ്യണ പോലെയല്ല. അപ്പൊ കുറച്ച് കൂടുതലാണ് അതിന്റെ. അപ്പൊ നമ്മള് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിയൻസ് കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്, നോട്ട് ക്ലോസ് ടു അസ്. സോ ഹൗ ഡു യു റീച്ച് ഔട്ട് ടു ദം വിത്ത് ഓൾ ദിസ്? ഇപ്പൊ നമ്മൾ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് നമ്മൾ ജുവലറി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഇമോഷൻസും നമ്മുടെ മൂവ്മെന്റ്സും കണ്ണിന്റെ മൂവ്മെന്റ്സ് ചലനങ്ങളൊന്നും പുറത്തേക്ക് എത്തില്ല, ഓഡിയൻസിലേക്ക് എത്തില്ല. അപ്പൊ അതിനാണ് നമ്മൾ കുറച്ച് ഈ മേക്കപ്പ് ഇട്ട് കുറച്ചും കൂടി ഇടുപ്പ് വരാൻ വേണ്ടി കുറച്ച് ഹൈലൈറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ മേക്കപ്പ് എന്ന് പറയണത് നമ്മൾ നമ്മളുടെ സ്വന്തം ഐഡന്റിറ്റി കവറപ്പ് ചെയ്തിട്ടല്ല. What you do is you highlight your eyes, because namak classical dance le basically eyes are na speak, because we don't have dialogue. Vachika namak illa. Drama le vachika undu where you have dialogue. Dance le angika abhinayam, and namala netra abhinayam is super in a dance. appo aa netra abhinayamana sherikum namala audience like poyittu namala samsarikkanathu. appo ee audience like adu ettanengil namala korchu kannokke eduthu ഡ്രോ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഈ നോർമൽ ഫേസിൽ നമ്മൾ കണ്ണെടുത്ത് ഡ്രോ ചെയ്താൽ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ലുക്ക് നൈസ്, ബിക്കോസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യില്ല. ഐബ്രോസും ഐസും ഒക്കെ കുറച്ച് എക്സാജറേറ്റഡ് നിറച്ച് വരച്ച് വരുമ്പോഴേക്കും നോർമൽ സ്കിന്നിൽ ഈ ലൈറ്റിങ്ങിലൊക്കെ വെക്കുമ്പോൾ ഇറ്റ് വോണ്ട് ലുക്ക് നൈസ്. സോ വി ഗിവ് എ സ്കിൻ ടോൺ. നമ്മുടെ നോർമൽ സ്കിൻ ടോണിന് മാച്ച് ചെയ്ത കളറിൽ വി ഡു മേക്കപ്പ്, ആൻഡ് ദെൻ വി ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ നമ്മുടെ ഓൺ ഫീച്ചേഴ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാം. ഐ ഹാവ് സീൻ ലൈക്ക് എ ഫ്യൂ ഡാൻസ് performances in Kerala where I feel like if it is my daughters, I won't recognize each of them because they all look same. And why? I say everybody is beautiful.
feel that everybody has a great qualities in them is what you highlight and bring out. Everybody has a right to dance. Everybody has a right to express. It can be whatever they want. That's fine, but they have a right to express. So what I say is makeup and costuming has its own tradition. നമ്മൾക്ക് അറിയാം എല്ലാ ആർട്ട് ഫോമിനും ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രഡീഷണൽ കോസ്റ്റ്യൂമിംഗ് ഉണ്ട്. ദാറ്റ് ഇസ് ഫൈൻ, ദാറ്റ് ഇസ് ഓൾറെഡി സെറ്റ്. പിന്നെ എനിക്ക് ഒന്നും കൂടി പറയാനുള്ളത് കോസ്റ്റ്യൂമിംഗ് എന്താ അറിയാം, ഞാൻ പഠിക്കുന്ന സമയത്ത് ഭരതനാട്യം ഒക്കെ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഭരതനാട്യം ഒരു കളറ് ലൈക്ക് ഒരു ഫോർ എക്സാമ്പിൾ റെഡില് ഒരു ബ്ലാക്ക് കളർ വെച്ചോളൂ, ബ്ലൗസും റെഡും ബ്ലാക്കും തന്നെയായിരിക്കും. നത്തിങ് ഡിഫറെന്റ്, കോൺട്രാസ്റ്റ് ഒന്നുമില്ല. അതെനിക്ക് ഓർമ്മയുണ്ട് ഗുരുസ് ഒക്കെ അന്ന് പറഞ്ഞിരുന്നത്. നമ്മൾ ഡാൻസ് ചെയ്യുമ്പോ ഈ കോസ്റ്റ്യൂം നമ്മളുടെ ആർട്ടിന്റെ മീതെ കയറി വരരുത്. യുവർ ആർട്ട് ഷുഡ് ബി ഹൈലൈറ്റഡ്. യുവർ ഡാൻസ്, യുവർ കോസ്റ്റ്യൂമിംഗ് ഇസ് എ സ്റ്റെപ്പ് ബാക്ക്. It should never distract from the art. And first it is the artist, and then the art shines over costume and makeup. The costume makeup becomes secondary. The art shines through. So once you come on stage, ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ കോസ്റ്റ്യൂം എന്താ ഇട്ടിരിക്കണോ ഒക്കെ മറന്നു പോകും നമ്മൾ ശരിക്കും നല്ലൊരു ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ. ഓരോ കലാരൂപവും അതാവശ്യപ്പെടുന്നതനുസരിച്ചുള്ള മേക്ക് ഓവർ, അതാവശ്യപ്പെടുന്നതനുസരിച്ചുള്ള വേഷഭൂഷാദികൾ. നമുക്കറിയാം ഓരോ സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള കലാകാരന്മാർ ആ സിനിമയിലെ കഥാപാത്രത്തിനായി എന്തെല്ലാം വേഷപ്പകർച്ചകൾ നടത്തുന്നുണ്ട്. നൃത്തത്തിലും അത് വലിയ കാര്യമാണ്. പക്ഷേ ഇത് ആ വേഷപ്പകർച്ച നടത്തുമ്പോഴും അതിനുള്ള റൈറ്റ് അഴകുള്ളവർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്യുന്നു എന്ന സ്റ്റേറ്റ്മെന്റിനാണ് ഇവിടെ പ്രശ്നം. ദീപയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദീപ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുകയും ഇത്തരം ഡിസ്ക്രിമിനേഷൻസിനോട് വളരെയധികം പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞത് എൻ്റെ അനുഭവം തന്നെയാണ്. എത്രയോ കുട്ടികൾ എന്നെ പോലെ നൃത്തം ഉപേക്ഷിച്ചിട്ടുണ്ടാവാം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ മൂലം. അപ്പോൾ ദീപ ഇതിനെ കാണുന്നത് എങ്ങനെയാണ്? ക്രിസ്റ്റീന, ഇത് നൃത്തത്തെ പറ്റി ടെക്നിക്കലായി സംസാരിക്കാൻ സുനന്ദ മാമും ലീസയും ഉണ്ട്. ഞാൻ നൃത്ത വിദ്യാർത്ഥി മാത്രമാണ്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ ഇന്നലെ മുതൽ ഈ സത്യഭാമ ടീച്ചർ എന്ന് വിളിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ പോലും അവർ പറയുന്നുണ്ട് സൗന്ദര്യത്തിന് മാർക്കുണ്ട്. അപ്പൊ എന്താണ് ഈ സൗന്ദര്യത്തിന്റെ മാർക്ക് എന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. ഞാൻ നാട് വിട്ടിട്ടോ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടോ ഒരുപാട് വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലെ എനിക്ക് അറിയാവുന്ന 1-2 ഡാൻസ് ടീച്ചേഴ്സിനോട് ഞാൻ കോൺടാക്ട് ചെയ്തായിരുന്നു ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുന്നേ. അപ്പൊ അവർ പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് എടുത്തു തന്ന ആ ഒരു മാർക്കിംഗ് പ്രകാരം ആകാര സൂക്ഷ്മത അതിന് 15 മാർക്ക്, പിന്നെ വേഷം, ഭാവപ്രകടനം, മുദ്രകൾ, താളം, ചുവടുവെപ്പ്, ഇങ്ങനെയാണ് അതിന്റെ ഡിവിഷൻ വരുന്നത്. ഈ ആകാര സൂക്ഷ്മതയായിരിക്കണം അവർ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലും ഈ ടീച്ചേഴ്സ് പറയുന്നത് ബാക്കി എല്ലാത്തിലും ടൈ വന്നു കഴിഞ്ഞാൽ ഈ ടൈ ബ്രേക്കർ ആയിട്ട് മാത്രമാണ് ഈ ഒരു ലാസ്റ്റ് സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോഴും ഏറ്റവും വലിയ സുന്ദരിയാണ്, വെളുപ്പാണോ അത് നോക്കിയിട്ടല്ല, അങ്ങനെ ഒരു നാട്യശാസ്ത്രത്തിലും പറയുന്നുമില്ല. പക്ഷെ ഈ സൗന്ദര്യം എന്താണ് എന്നുള്ള കൺഫ്യൂഷൻ പല ടീച്ചേഴ്സിനും അല്ലെങ്കിൽ പല കുട്ടികൾക്കും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ കണ്ടു, എന്താണ് ഈ സൗന്ദര്യത്തിന് മാർക്ക് ഉണ്ടോ എന്ന്. ഇതിനോട് കൂടി ചേർത്ത് വെച്ച് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇന്ന് ഇപ്പോ സുനന്ദ മാം പറഞ്ഞതുപോലെ പണ്ടൊക്കെ ഞാൻ ഡാൻസ് ചെയ്യുമ്പോ പണ്ടത്തെ കാലാണ് എന്റെ അമ്മയുടെ ഒരു സാരി വെട്ടിത്തെച്ചാണ് ഞാൻ ഭരതനാട്യം ഡ്രസ്സ് അടിച്ച് കയറുന്നത്. അന്ന് അത് മതിയായിരുന്നു. അന്നും ഈ ഗുരുക്കന്മാര് പറയുന്നത് ഈ ആർട്ടാണ് വലുത്. നമ്മൾ എത്ര നേരമാണ് സ്റ്റേജിൽ ഒരാളുടെ ഓർണമെന്റ്സും അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭംഗിയും കണ്ടുകൊണ്ടിരിക്കുക? 10 മിനിറ്റ് 15 മിനിറ്റ്, പിന്നെ ആർട്ടാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്, അല്ല നമ്മൾ അതും കണ്ടുകൊണ്ടിരിക്കുകയല്ല. സോ അത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്നത്തെ കാലം അങ്ങനെയല്ല. അപ്പൊ ഈ ടീച്ചേഴ്സ് എന്നോട് പറയുന്നത് മിനിമം ഒരു 1-1.5 ലക്ഷം ഇല്ലാതെ ഒരു കുട്ടിയെ യൂത്ത് ഫെസ്റ്റിലേക്ക് വിടാൻ സാധിക്കുന്നില്ല. കാരണം ടെമ്പിൾ സെറ്റിനൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഈ ഏറ്റവും എക്സ്പെൻസീവ് ടെമ്പിൾ സെറ്റ് ഇടുക, അതുപോലെ സാധാരണ സാരി വെട്ടിയടിച്ച് തെച്ച് കയറുന്ന കുട്ടികൾക്കല്ല, അവിടെ ബ്രൊക്കേഡ് വർക്ക് ഒക്കെ വരുന്ന ഭരതനാട്യം ഡ്രസ്സ് ഇടുന്ന കുട്ടികൾക്കാണ് പ്രിഫറൻസ് കിട്ടുക. അങ്ങനെ ഈ സമ്മാനം കിട്ടാതെ ആയി പോകുന്ന ടീച്ചേഴ്സിന്റെ കുട്ടികളുണ്ട് എന്നാണ് അനുഭവത്തിൽ നിന്നും അവർ പറയുന്നത്. എല്ലാ പേരൻസും ഫിനാൻഷ്യലി ഒരുപോലെ ഇത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കില്ല. സോ എല്ലാവരിലേക്കും നൃത്തം എത്തണം, എല്ലാവരിലേക്കും കല എത്തണം. അപ്പോൾ ടാലന്റഡ് ആയിരിക്കണം നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ ഒരിക്കലും പൈസയ്ക്കോ അല്ലെങ്കിൽ വെളുപ്പ് നിറത്തിന്. ഈ വെളുപ്പ് നിറമൊക്കെ എങ്ങനെയാണ് ഇവരുടെ മനസ്സിൽ കയറി കൂടിയതെന്ന് ഈ വെളുപ്പ് നിറം ആരും പറയുന്നില്ല കേട്ടോ. വെളുപ്പ് നിറം എങ്ങനെയാണ് ഇവരുടെ മനസ്സിൽ കയറി കൂടിയത്
എന്ന് നമുക്ക് അറിയുന്നില്ല. മേതൽ ദേവികയുടെ ഇന്നലത്തെ ആർട്ടിക്കിൾ വായിക്കുകയായിരുന്നു. നർത്തകി ലക്ഷണം ഞാൻ പഠിച്ചിട്ടില്ല, നർത്തകി ലക്ഷണത്തിന്റെ ആൻസർ ഞാൻ സ്കിപ്പ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ, ആചാര്യ ലക്ഷണമാണ് ഞാൻ പഠിച്ചത് എന്നും അവർ പറയുന്നുണ്ട്. ആർട്ട് എപ്പോഴും എപ്പോഴും ഒരു ചേഞ്ച് അണ്ടർഗോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആർട്ട് എപ്പോഴും കാലാനുസൃതമായി അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ പണ്ടത്തെ ശാസ്ത്രങ്ങൾ മുറുക്കി പിടിച്ച് അതിൽ വെളുപ്പും നിറം പറഞ്ഞിട്ടെങ്കിൽ പോലും പിന്നെയും ഗുരുനാഥ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തി ഇത് വിളിച്ചു പറയുന്നത് വളരെ ശോചനീയമാണ്. പക്ഷെ അതോടുകൂടി തന്നെ ഞാൻ പറയുന്നു, ഈ സൗന്ദര്യം അല്ലെങ്കിൽ ഈ ആകാര സൂക്ഷ്മത എന്തിനായിരിക്കണം അതിന് മാർക്ക് കൊടുക്കേണ്ടത്? അത് വളരെ സബ്ജക്റ്റീവായിട്ട് വിടരുത്. സബ്ജക്റ്റീവായിട്ടല്ല നമ്മളൊരു ഐറ്റം ജഡ്ജ് ചെയ്യേണ്ടത്. എസ്പെഷ്യലി യൂത്ത് ഫെസ്റ്റിവൽ പോലെയുള്ള പ്ലാറ്റ്ഫോംസിലേക്ക് വരുമ്പോൾ എന്തിനാണ് അവിടെ മാർക്ക് കൊടുക്കേണ്ടത്, എന്താണ് അവിടുത്തെ ക്രൈറ്റീരിയ എന്ന് ഓർഗനൈസേഴ്സ് കൃത്യമായി ഈ ജഡ്ജസിലേക്കും പങ്കെടുക്കുന്ന ആളിലേക്കും എത്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്തരം കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതെ. ശ്രീമതി ലിസ മാത്യു ഒരു ഡാൻസ് അക്കാദമിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ രംഗത്ത് ഒരുപാട് കുട്ടികളുമായി അവരുമായി ഇടപഴകിയിട്ടുണ്ട്, അവരുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ ഒരു പരാമർശം അതിങ്ങനെയായിരുന്നു. അതായത്, എനിക്ക് കറുത്ത കുട്ടികളെ ഞാൻ പഠിപ്പിക്കാറുണ്ട്, പക്ഷെ അവരോട് ഞാൻ മത്സരിക്കണ്ട എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോക്ക് തരാം പക്ഷെ വെടിവെക്കണ്ട എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ്. അപ്പോൾ ഈ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ, അവരിൽ കറുത്തവരുണ്ടാകാം, വെളുത്തവരുണ്ടാകാം. ഈ സൗന്ദര്യത്തിൻ്റെ അളവുകോൽ എങ്ങനെയാണ്? കാണുന്നവൻ്റെ കണ്ണിലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും സൗന്ദര്യം ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. പലതരത്തിലും പല സാമൂഹികമായ ഘടകങ്ങളിൽ നിന്നും വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആഗ്രഹത്തോടുകൂടെ നൃത്തം വെക്കണം എന്ന് കരുതുന്ന കുഞ്ഞുങ്ങൾ. നമ്മൾ ഈ മസാബ കിഡ്സിൻ്റെ ഒക്കെ ഡാൻസ് കണ്ടിട്ടില്ലേ? കറുത്ത നിറമുള്ള കുഞ്ഞുങ്ങളാണ്, പക്ഷെ നമ്മളിലേക്ക് എത്രത്തോളം പോസിറ്റീവ് എനർജി തന്നുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഡാൻസ് ചെയ്യുന്നത്. അവരുടെയൊക്കെ നൃത്തത്തിൻ്റെ നമ്മൾ ആ കളർ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു സാരം? സോ അവർ പറഞ്ഞതിൽ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അതൊരു പൊതുബോധത്തിന്റെ ഒരു ഫ്രാക്ഷൻ മാത്രമാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മാട്രിമോണിയൽ സൈറ്റിലെ വെളുത്ത സുന്ദരി എല്ലാം ഇപ്പം യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ ഇടുന്നതിനകത്തൊക്കെ എങ്ങനെ വെളുക്കാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്കിൻ ലൈറ്റനിങ് പ്രോഡക്ട്സ് ഉള്ള ഒരു കൺട്രിയാണ് നമ്മുടെ. അപ്പൊ അവര് ആ പൊതുബോധത്തിന്റെ ഒരു ഫ്രാക്ഷനാണ്. അത് ഒളിച്ചു പറയുന്നു, ഇവര് അത് തുറന്നു പറഞ്ഞു. അതൊരു ഫാക്ടറാണ്. അത് തുറന്നു പറഞ്ഞതിന് എങ്ങനെ അവർക്ക് അത്ര ധൈര്യമുണ്ടായി ഈ ഒരു കാലഘട്ടത്തിൽ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഈ കാലഘട്ടത്തിൽ അവർക്ക് അങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യമുണ്ടായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പിന്നെ ഞാനിവിടെ അമേരിക്കയിലാണ്, സിയാറ്റിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം സുനിത മാമിനും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കുട്ടികൾ വരുമ്പോൾ നമ്മളൊരു അധ്യാപിക എന്ന നിലയിൽ നമ്മൾ അവരെ ചുമ്മാ താതയെ പഠിപ്പിക്കുകയല്ല, നമ്മൾ അവരുടെ ഉള്ളിലുള്ള കലയെ പുറത്തു വരിക, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ഇൻഹിബിഷൻസ് മാറ്റുകയും കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ പലപ്പോഴും ഈ കുട്ടികൾ ചിലർ പല കമ്പ്യൂട്ടറിലുള്ള കുട്ടി ഉണ്ടാവാം, അല്ലെങ്കിൽ ഇവരെല്ലാം നാട്ടിൽ വെക്കേഷന് പോയിട്ട് വന്നു കഴിയുമ്പോഴാണ് പൊതുവെ അവർക്ക് ഇൻഹിബിഷൻസ് ഒരുപാട് ഉണ്ടാകുന്നത്. കാരണം ചിരിച്ചു കളിക്കാൻ പറയുമ്പോൾ ചിലർ ചിരിക്കില്ല, ബിക്കോസ് നാട്ടിൽ പോയപ്പം അവരുടെ പല്ലിനെ കളിയാക്കി സംസാരിച്ചു. കാരണം ഇവിടെ അവരത് ഫേസ് ചെയ്യുന്നില്ല. അപ്പം അവരത് വരുന്നത് വളരെയധികം ലോ കോൺഫിഡൻസോട് കൂടിയാണ് തിരിച്ച് ഇവിടേക്ക് വരുന്നത്. അപ്പം ആസ് എ ടീച്ചർ എല്ലാവരും സുന്ദരിമാരാണ്, എല്ലാവർക്കും നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ഡാൻസ് കളിക്കണം, ഇപ്പം നമ്മളോട് അരങ്ങേറ്റം ചെയ്യാൻ കുട്ടികൾ വരുന്നു, നിങ്ങളുടെ പല്ല് കൊള്ളില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊക്കമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിറമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത്. ലക്കിലി എൻ്റെ ടീച്ചേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കറിയാം ഈ പൊതുബോധം എന്താ പറയുന്നത്, പുഴുക്കുത്തുകളുണ്ട്, പൊതുബോധം. ഇപ്പൊ TM കൃഷ്ണ, അദ്ദേഹത്തിന്റെ നമ്മുടെ ഇൻസിഡന്റ് നമുക്ക് ചേർത്ത് വായിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ജാതി വ്യവസ്ഥ ഇതിനെല്ലാം എതിരെ സംസാരിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തെ പോലും മ്യൂസിക് അക്കാഡമിയിൽ അവാർഡ് ബോയ്ക്കോട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പൊ പറഞ്ഞു. ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. വ്യവസ്ഥകളുണ്ട്, ആ വ്യവസ്ഥകൾ മാറ്റണം. നമ്മൾ പൊളിറ്റിക്കൽ ബോധപൂർവമായ ശ്രമം ഉണ്ടായെങ്കിലേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്നത്. നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടുവന്നാൽ, ബോധപൂർവം ശ്രമിച്ചാൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത് നോർമലായിട്ട് മാറും. അതേ എനിക്ക് പറയാനുള്ളൂ.
അതെ, ലിസ മാത്യു പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ സെഫോറയുടെ ഷോപ്പിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഓരോ സ്കിൻ ടോണിനും ഓരോ കളറിനും അനുസരിച്ചുള്ള മേക്കപ്പ് അത് ആ ഓരോ സ്കിൻ ടോണിനും ഓരോ മോഡലിനെയാണ്, അതായത് ഓരോ കളർ ഷെയ്ഡിലുമുള്ള മോഡൽസ് അവിടെയുണ്ട്. അപ്പോൾ അവിടെ നിറം ഒരു പ്രശ്നമേ അല്ല, ഓരോരുത്തരുടെയും നിറത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന മേക്കപ്പ് ഐറ്റംസ് പോലും ഇപ്പോഴുണ്ട്. അപ്പോൾ അത്രയും പുരോഗതി പ്രാപിച്ച ഒരു സമൂഹത്തിൽ നിന്ന് തിരിച്ച് ഈ പറയുന്നത് പോലെ വേറെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, അതും ഈ പറയുന്ന ഗുരു എന്ന് പറയുമ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തേണ്ട ആളാണ്, ആ വ്യക്തി തന്നെ അങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോഴുള്ള പ്രശ്നമാണ് ഇവിടെ വരുന്നത്. തീർച്ചയായിട്ടും ലൈക്ക് ഇപ്പം വെളുപ്പ് ഇപ്പം മേക്കപ്പിലെ ഒരു ഫാക്ടർ ഇപ്പം നാട്ടിലൊക്കെ ഇപ്പം ഞാനും പണ്ട് കലോത്സവങ്ങളിൽ വന്നാൽ എല്ലാവരെയും വെളുപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്കൊന്നും അത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം നാട്യശാസ്ത്രമോ എന്ത് ശാസ്ത്രമോ ആട്ടെ, അത് ആ കാലഘട്ടത്തിൽ നാട്യശാസ്ത്രം ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് വായ്മൊഴിയായി കിട്ടിയ അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ആ കാലഘട്ടത്തിൽ അപ്പം അതിൽ നർത്തകി ലക്ഷണമോ സൗന്ദര്യ ലക്ഷണമോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഉറപ്പില്ല. ആ കാലഘട്ടത്തിന്റെ പൊതുബോധം എപ്പോഴും ഒരു ടെക്സ്റ്റില് എപ്പോഴും അതിനെ അത് റിഫ്ലക്ട് ചെയ്യും. അപ്പം അന്നത്തെ കാലത്ത് ഇലക്ട്രിസിറ്റി ഇല്ല, അപ്പം ആ നാട്യശാസ്ത്രത്തിൽ സ്റ്റേജ് എങ്ങനെ ഇരിക്കണം, ഓഡിയൻസ് എവിടെ ഇരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ലൈറ്റ് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ വിളക്കിന്റെ കീഴിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻഹാൻസ് ചെയ്ത മേക്കപ്പ് ചെയ്താലേ അറ്റം വരെ കാണുള്ളൂ. പക്ഷെ അതേ രീതിയിലുള്ള ആ ഒരു കട്ടി മേക്കപ്പ് അല്ലെങ്കിൽ ആ ഒരു വെളുപ്പിച്ച് വെക്കുന്ന അല്ലെങ്കിൽ അത് അങ്ങനെ ഇരുന്നാലേ സൗന്ദര്യമാകുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി ഇപ്പൊ അത് മാറി വരേണ്ടതാണ്. ഇപ്പം മോർ ലൈറ്റിംഗ് ഉണ്ട്, മോർ വേ ഉണ്ട്, ലൈക്കിനോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെ ആ കണക്കുകൾ മാറുകയാണ്. ഉള്ളിലുള്ള ഈ ചിന്തകൾ നമ്മൾ ബോധപൂർവ്വം മാറ്റാൻ ശ്രമിക്കണം, നമ്മൾ ഇവോൾവ് ചെയ്യണം. ഈ കലയാണെങ്കിലും ഇവോൾവ് ചെയ്താണ് നാട്യശാസ്ത്രത്തെ നാട്യശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞത് എൻ്റെ അറിവനുസരിച്ച് കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ഇവോൾവ് ചെയ്യണം. ഇപ്പം മോഹിനിയാട്ടം ഒരു സമയത്ത് മുഴുവനും കാത്തിരിക്കുന്ന നായികകൾ മാത്രമായിരുന്നു. ഇപ്പം എൻ്റെ ഗുരുനാഥ ശ്രീമതി സുചിത്ര വിശ്വേശ്വരൻ രണ്ടാം മൂഴമെടുത്ത് ഭീമനായിട്ട് ക്യാരക്ടർ കാണിക്കുന്നു, അല്ലെങ്കിൽ പുരുഷ കഥാപാത്രങ്ങൾ കാണിക്കുന്നത്, അതൊക്കെ അതുപോലെ തന്നെ രാവണപുത്രിയായിട്ട് രാവണനെ കാണിച്ചിട്ടുണ്ട്. അപ്പം കല ഇവോൾവ് ചെയ്യും, നമ്മൾ യൂണിവേഴ്സൽ ആക്കുകയാണ്. എങ്ങനെയാണ് കല പ്രിസർവ് ചെയ്യുന്നത്, നമ്മൾ ആസ് സിമ്പിൾ ആൻഡ് യൂണിവേഴ്സൽ ആക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ തന്നെ ഒഥല്ലോ എടുത്ത് ചെയ്തു, അതൊക്കെ ഇപ്പം പുറത്തൊരു കുട്ടികൾക്ക് അതൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം മാം തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ പുരാണങ്ങൾ നമ്മൾ ഒരു ട്രഡീഷണൽ ഐറ്റം പഠിപ്പിക്കും, പുരാണങ്ങളുടെ സ്റ്റോറി പറയുമ്പോഴത്തേന് നായിക കാത്തിരുന്നു എന്ന് പറയുമ്പം ഇവിടുത്തെ കുട്ടികൾക്ക് വൈ ഗെറ്റ് എ ലൈഫ് മൂവ് ഓൺ എന്ന് പറയും. ലൈക്ക് ടീച്ചറും അതൊക്കെ ഇങ്ങനെ സ്റ്റോറീസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അവർക്കത് മനസ്സിലാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വൈ ഷി വേസ്റ്റിംഗ് ഓൾ ദ ടൈം എന്ന് ചോദിക്കുന്ന പിള്ളേരാണ്. അപ്പം അവർക്ക് റിലേറ്റ് ചെയ്യുന്ന സ്റ്റോറികളും പറയണം. അപ്പം ഇതെല്ലാം ചേർന്നതാണ് കല എന്ന് പറയുന്നത്. ഡോക്ടർ സുനന്ദ നായർ, ഞാൻ വീണ്ടും ആഫ്രിക്കയിലെ ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. എത്രത്തോളം സന്തോഷമായിട്ടാണ് അവർ ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലെ സന്തോഷം, അവരുടെ ഉള്ളിലെ പാഷൻ, ഈ രണ്ട് കാര്യങ്ങളുമാണ് ആ കലാരൂപത്തിന് ജീവൻ നൽകുന്നത്. ആ കലാരൂപം നമ്മൾ കാണുമ്പോൾ നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി സന്നിവേശിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ ഇപ്പോൾ അവരോട് ആരെങ്കിലും പറയുക നിങ്ങൾ കറുത്ത കുട്ടികളാണ്, നിങ്ങളിത് ചെയ്യാൻ പാടില്ല, അതൊരു ക്ലാസിക്കൽ ഡാൻസ് ഫോം അല്ല എന്നിരുന്നാൽ പോലും ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂട്ടം കുട്ടികളുടെ ഇത്രയും മനോഹരമായ കഴിവ് ലോകം കാണില്ലായിരുന്നു. പക്ഷെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ ഈ നൃത്തം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്നവരോടൊക്കെ പറയാനുള്ളത് എന്താണ്? ഞാൻ കുട്ടികളിങ്ങനെ പഠിക്കാൻ വരുമ്പോ ഈ ചെറിയ പിള്ളേരൊക്കെ 5-6 വയസ്സായ കുട്ടികളൊക്കെ ഞാൻ വന്ന് നിന്ന് ഇങ്ങനെ പേരൻസിന്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ ആ പേരൻസ് സംസാരിക്കുന്നുണ്ടാവും എന്റെ കൂടെ, ലൈക്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുകയായിരിക്കും. ഇടയ്ക്ക് ഞാൻ അങ്ങനെ നോക്കും ആ കുട്ടി, അപ്പൊ ആ കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ആ കണ്ണിൽ നോക്കിയാൽ ഐ ഫീൽ ആസ് എ ടീച്ചർ whatever I can do for that kid, I would like to do. There's no way you can. I put myself in that kid's place. I think, what if I was standing there and I wanted to learn something like this? What if somebody told me like things like what we have been hearing? I put myself in that place and say, this is my job to teach. And every child who comes there, I want to make some difference to them, that they can do something with the art form because they wanted to learn. Apo, there is no way that I can even think of something like that. I just put myself in that place. What if it was me?
That's all that I think. And I want to dance. Let me tell you an example. ഒരു പ്രാവശ്യം ഞാനൊരു US-ലത്തെ ഏറ്റവും വലിയൊരു ഡാൻസ് കോമ്പറ്റീഷനിൽ ഒരു 10 വർഷത്തേക്കാൾ കൂടുതലായി അവിടെ പോയിരുന്നു കാണാൻ. അപ്പോ എല്ലാം ലൈക്ക് US എല്ലാ പാർട്ട് ഓഫ് US പീപ്പിൾ ഹാഡ് കം ദെയർ, ചിൽഡ്രൻ ഹാഡ് കം ദെയർ കോമ്പറ്റീഷൻ, ഭരതനാട്യം കോമ്പറ്റീഷൻ ആയിരുന്നു. ആൻഡ് ഓൾസോ അന്ന് ആ കൊല്ലം കുറച്ച് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ബാക്ക് സ്റ്റേജിൽ എല്ലാ പിള്ളേരും ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ പോവാൻ നിൽക്കുക, അവര് ടേൺ വരുന്നുണ്ട്, അവര് കാറ്റഗറി തുടങ്ങാൻ പോവാണ്, അവര് വെയിറ്റ് ചെയ്യണ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വെപ്രാളം, ഒരു 4-5 കുട്ടികളുടെ ഒരു സെറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എന്താ ചോദിച്ചപ്പോ ഞാൻ കണ്ടപ്പോ ഒരു കുട്ടി പാവം, അത് മുടിയൊക്കെ ഇങ്ങനെ ഷാബി ആയിരുന്നു, ഏതോ കോസ്റ്റ്യൂം ഒന്നും അയൺ ചെയ്തിട്ടില്ല, എങ്ങനെയൊക്കെയോ വന്ന് ഇങ്ങനെ പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി റെഡി ആവുകയാണ്. അപ്പൊ എന്റെ മനസ്സിൽ ഓടി, ഈശ്വര ഒന്ന് നീറ്റായിട്ട് ഡ്രസ് ചെയ്തോടെ. ഐ ഓൾവേസ് ഫീൽ ഈ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുമ്പോ ഒരു റെഡി ആയി കഴിഞ്ഞാൽ ഒരു എലഗൻസ് ആണ് വേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് എൽസ്. നമ്മളുടെ പേഴ്സണാലിറ്റിയും നമ്മളുടെ എലഗൻസ് ആണ് ഷുഡ് കം ത്രൂ. ഐ ഓൾവേസ് ടെൽ മൈ ചിൽഡ്രൻ, യു ഷുഡ് ലുക്ക് എലഗന്റ് and classy, not something to do with very physical appearance. Elegance and classy, it should come, it is a personality trait that comes from within, that should come out. The confidence, the way you stand yourself, because you are representing a classical art form which has a tinge of divinity in it. So when you present yourself, carry yourself like that, nanu yan paraya. Appo performance തുടങ്ങി ഞാൻ എന്നിട്ട് ഞാൻ എന്റെ സ്റ്റുഡൻസിനെ അങ്ങോട്ട് മാറ്റി ഞാൻ അങ്ങോട്ട് ഹാളിൽ പോയി അവിടെ വാച്ച് ചെയ്യായിരുന്നു. ഈ കുട്ടി കേറി വന്നു, 2 മിനിറ്റിൽ ഞാൻ മറന്നു. ആ കുട്ടിയുടെ കോസ്റ്റ്യൂം ആയണ്ടല്ല, മുടി തലസമാന്തം കൂടെ ഇങ്ങനെ റഫിൾഡ് ആയിരുന്നു. 2 മിനിറ്റില് 3 മിനിറ്റിൽ ആ കുട്ടി അത് കംപ്ലീറ്റ്ലി ഐ ഫോർഗോട്ട് അബൌട്ട് ഹർ ഫിസിക്കൽ അപ്പിയറൻസ്. ഷീ ഡാൻസ്ഡ് ബ്യൂട്ടിഫുള്ളി. ഒരു 16-year-old സംതിങ് ബ്യൂട്ടിഫുള്ളി. എന്തോ മഴയുടെ പറഞ്ഞിട്ടൊരു ഐറ്റം ആയിരുന്നു, എനിക്ക് വേഗ്ലി ഓർമ്മയുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡാൻസ് ഐ ഓൾമോസ്റ്റ് ഫെൽറ്റ് ദാറ്റ് ഐ വാസ് ഡ്രെഞ്ച്ഡ്. So beautiful performance. I wanted to go and bow down and tell her I'm sorry for even thinking that even your costume was not ironed. But I had to run to the airport to get a flight. I always remember that kid and I keep looking, where are you? Are you still dancing? Amazing performance. Appo athre illu. Costume get up na parante. Yes, but after that it is the art. ദീപ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഇതുപോലെ എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇത് ഈ പറയുന്ന മോഹിനിയാട്ടത്തിലോ നൃത്തത്തിലോ ഒന്നും ഒതുങ്ങുന്ന ഒരു കാര്യമല്ല എന്നൊരു സത്യമാണ്. കാരണം ഈ പറയുന്ന RLV രാമകൃഷ്ണൻ്റെ ചേട്ടനായ കലാഭവൻ മണിയോടൊപ്പം ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് എത്ര നടിമാര് നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ ഈ പറയുന്ന ഒരു സ്ക്രീൻ പ്രസൻസ് ആവശ്യമായിട്ടുള്ള പല മേഖലകളിലും ഈ പറയുന്ന നിറത്തിൻ്റെ പേരിലും സൗന്ദര്യത്തിൻ്റെ പേരിലും അഴകിൻ്റെ പേരിലും പൊക്കത്തിൻ്റെയും വണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ ഡിസ്ക്രിമിനേഷൻസ് നടക്കുന്നുണ്ട്, ഒഴിവാക്കപ്പെടലുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു പൊതുബോധത്തിൻ്റെ പ്രശ്നമാണ്. ഇവിടെ നമുക്ക് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആ മനോഭാവത്തിൽ ഉണ്ടാകേണ്ട മാറ്റം. ഈ പറയുന്ന കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്നത് ഒരു പ്രതിനിധി മാത്രമാണ്, അതേപോലെയുള്ള നിരവധി പേരുണ്ട്. തീർച്ചയായും ക്രിസ്റ്റീന, നമ്മൾ തന്നെ ഇത് 2ാം തവണയാണ് ബോഡി ഷേമിങ്ങിനെ ആസ്പദമാക്കി അമേരിക്കൻ ഡയലോഗിൽ ചർച്ച ചെയ്യുന്നത്. ഇത് എത്ര നമ്മൾ ചർച്ച ചെയ്താലും എത്ര നമ്മൾ ഡിസ്കസ് ചെയ്താലും പിന്നെയും ഇത് ഒളിഞ്ഞും തെളിഞ്ഞും പിന്നെയും ലീസ പറഞ്ഞതുപോലെ അവര് അത് ഓപ്പൺ ആയി പറഞ്ഞു, പലരുടെയും ഉള്ളിൽ അത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അല്ലെങ്കിൽ പിന്നെ വൈറ്റനിങ് ക്രീം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് അടിച്ചു നോക്കിയ ആ വീഡിയോസിനൊക്കെ എത്രയാണ് വ്യൂ, ഇത് എപ്പോൾ തേക്കണം എന്ത് തേക്കണം, ആൾക്കാർ എത്രയും ഡെസ്പറേറ്റ് ആണ് ഈ ഒരു ഫെയർ സ്കിന്നിന് വേണ്ടിയിട്ട്. അതിന്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനൊരു നൃത്ത അധ്യാപിക ഇതും കൂടി പറയുമ്പോൾ പഠിക്കാൻ ചെല്ലുന്ന ഒരു 6 വയസ്സുകാരി കുഞ്ഞ് അല്ലെങ്കിൽ ഒരു 7 വയസ്സുകാരി കുഞ്ഞ്, അല്ലെങ്കിൽ ഇന്നലെ RLVയുടെ തന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ രാജലക്ഷ്മി പറയുന്നത് കേട്ടു, പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പൊ +2 അത് കഴിഞ്ഞിട്ട് RLVയിലേക്ക് നൃത്തം പഠിക്കാൻ ചെല്ലുന്ന ഒരു കുട്ടി ഇത് കേൾക്കുകയാണെങ്കിൽ അയ്യോ ഇവര് തന്നെ പറയുന്നു നിറം വേണം മോഹിനിയാട്ടത്തിന്, മോഹിനിയായിരിക്കണം എന്നൊക്കെ പറയണു, ഞാൻ അത്ര സുന്ദരി അല്ലല്ലോ, ഇനി ഞാൻ വേറെന്തെങ്കിലും പഠിക്കണോ? അവര് തന്നെ പറയണു ഭരതനാട്യം ചെയ്യൂ, കുച്ചിപ്പുടി ചെയ്യൂ, മോഹിനിയാട്ടം ചെയ്യരുത്. അപ്പോ ആ കുട്ടികളിലേക്ക് നമ്മൾ എന്താണ് അടുത്ത തലമുറയിലേക്ക് നമ്മൾ കടത്തിവിടുന്നത് എന്നുകൂടി ചിന്തിക്കണം. നമ്മളിത് എത്ര ചർച്ച ചെയ്താലും ഒളിഞ്ഞും തെളിഞ്ഞും ഇതൊക്കെ തന്നെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് ഇത് പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ പിന്നെയും പറയുന്നു, ഇത്തരം ആളുകൾ എന്തെങ്കിലും പദവികൾ അലങ്കരിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ എത്രയും പെട്ടെന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത്തരം ആൾക്കാരെ നമ്മൾ ജഡ്ജ്മെന്റിന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ജഡ്ജായിട്ട് വിളിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഇങ്ങനത്തെ വേഗായിട്ടുള്ള
ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ, ആകാര സൂക്ഷ്മത എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ആകാര സൂക്ഷ്മത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ജഡ്ജസിനോടും കുട്ടികളോടുമെങ്കിലും കാരണം ഇപ്പൊ ഇന്നലെ തന്നെ ഞാൻ ചോദിച്ചപ്പോൾ ഓരോരുത്തർ ഓരോന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവര് കുട്ടികളെ വിടുന്ന ആളാണ്, ഇവര് തന്നെ പറയുന്നു സൗന്ദര്യം 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 എന്ന്. അപ്പൊ നമ്മള് ഇത് എന്താ പറയാ, വളരെ വിഷമമുണ്ട്. പിന്നെയും നമ്മൾ ബോഡി ഷേമിങ്ങിലേക്ക് തന്നെ സർക്കിൾ ചെയ്ത് ഒരേ ലൂപ്പിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഇത് എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ പിന്നിലുള്ള പൈസ, എല്ലാവരിലേക്കും കല എത്തണം, കല എല്ലാവർക്കും അവതരിപ്പിക്കാൻ സാധിക്കണം. ഈ വേഷഭൂഷാദികൾക്കോ ടെമ്പിൾ ജ്വല്ലറി സെറ്റിനോ അല്ലെങ്കിൽ മേക്കപ്പ് മാൻ, എനിക്കറിയുന്ന ടീച്ചേഴ്സ് പറയുന്നു ആദ്യം അവർ നോക്കുന്നത് മേക്കപ്പ് മാനെയാണ്. മേക്കപ്പ് മാൻ ആദ്യം കിട്ടിക്കഴിഞ്ഞാലേ ഉള്ളൂ ബാക്കി. കാരണം അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് മേക്കപ്പിൽ. പറഞ്ഞിട്ട് കാര്യമില്ല, സെൽഫായിട്ട് മേക്കപ്പ് ചെയ്ത് കയറുന്ന കുട്ടികൾക്ക് സമ്മാനം കിട്ടില്ല, അവർക്ക് ബി ഗ്രേഡ് ഒക്കെയാണ് കിട്ടുന്നത്, അവർ എത്ര കളിച്ചാലും എന്നൊക്കെയാണ് ടീച്ചേഴ്സ് പറയുന്നത്. സോ അതിലൊക്കെ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തേണ്ട സമയം കഴിഞ്ഞു. തീർച്ചയായിട്ടും മാറേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ നന്ദി ഡോക്ടർ സുനന്ദ നായർ, ലിസ മാത്യു ആൻഡ് ദീപാറാം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ 15-ാം ഭാഗത്തിൽ ഈക്വാലിറ്റി, തുല്യത എന്ന് പറയുന്ന ഒന്നിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരാളെയും വേർതിരിവോടെ കാണരുതെന്ന് പറയുന്ന രാജ്യത്തിലാണ് നിറത്തിൻ്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ കലയെ വിലയിരുത്താനും വേർതിരിക്കാനുമുള്ള ഒരു ശ്രമം നടക്കുന്നത്. കലയാണ് മുൻപിൽ നിൽക്കേണ്ടത്, കലാകാരനാണ് മുൻപിൽ നിൽക്കേണ്ടത്, അല്ലാതെ നിറമോ അഴകോ ഒന്നുമല്ല, സാമ്പത്തിക ഘടകങ്ങളോ അല്ല. അതുകൊണ്ട് തന്നെ കല മുന്നിലെത്തട്ടെ. കലയെ പ്രണയിച്ചു വരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നല്ല കലാകാരന്മാരാകട്ടെ. ഇത്തരം വിഷലിപ്തമായ നാവുകൾക്ക് കടിഞ്ഞാണുണ്ടാകുന്ന ഒരു കാലം ഉണ്ടാകട്ടെ. ആ ഒരു പ്രതീക്ഷയോടെ അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.